ഇന്നത്തെ എപ്പിസോഡിൽ പാവ ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പാവ മോഷണം പോയത് അക്ബറിന്റെ മാത്രമല്ല, എന്നാൽ അക്ബറിന്റെ പാവ മോഷണം പോയതിന് ഇപ്പോൾ ഇതാ ഒരു വിചാരണ നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ. അക്ബറിന് മാത്രം എന്താ ബിഗ് ബോസ് ഇത്രമാത്രം ഒരു പരിഗണനയൊക്കെ കൊടുക്കുന്നേ എന്നുള്ളതാണ് നമുക്ക് സംശയം. നമുക്കത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അക്ബറിന്റെ പാവ പോയതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അക്ബറിന്റെ പാവ നഷ്ടപ്പെട്ടു. ലക്ഷ്മി ആ കേസ് ഏൽപ്പിച്ച് ലക്ഷ്മിയോട് ഓരോരുത്തരെ വിചാരണ ചെയ്യാൻ പറയുകയാണ്. ലക്ഷ്മി നിവിനെ വിളിക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നത്, നിങ്ങളെപ്പോലെയുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ മുന്നിൽ എനിക്കിതൊന്നും തുറന്നു പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. ആര്യനോടാണല്ലോ ആദിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. അപ്പോൾ ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട്, ആദിൽ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന്. നൂറോട് ചോദിക്കുന്നു. നൂറ പറയുന്നത്, ആദില ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ആദിലെടുത്ത് ചോദിക്കുന്നു. ആദില പറയുന്നു, ഇതിപ്പോൾ അഡ്വക്കേറ്റിനും അതിൽ പങ്കുണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്നാൽ നേരെ തിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. വീട്ടിലൊരു പ്രശ്നം നടന്നാൽ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ഒരാളാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിക്ക് തന്നെയാണ് ഈ ഓരോ ടാസ്ക് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് ലാലേട്ടൻ ആ ടാസ്ക് ലക്ഷ്മിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അക്ബറിൻ്റെ പാവ പോയത് എടുത്തിരിക്കുന്നത് ആദിലയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്ര പാവ എടുത്തു എന്നും പറഞ്ഞു. മുഴുവനും പാവ എടുത്തു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 2 പാവ നിവിൻ എടുത്തിട്ടുണ്ട്. നിവിൻ ഈ പാവ എവിടെ നിന്ന് എടുത്തു? നിവിൻ എടുത്തിരിക്കുന്നത് സാബുമാൻ്റെ പാവയാണ്. സാബുമാൻ 3 പാവ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 പാവ നിവിൻ എടുത്ത് അടിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അക്ബറിൻ്റെ പാവെല്ലാം മോഷ്ടിച്ചത് ആദിലയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അതൊരു വിചാരണയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അക്ബറിൻ്റെ പാവ പോകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അക്ബറിന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രം പ്രത്യേകം എന്തിനാ ബിഗ് ബോസ് ഇത്രയും ഒരു ഹൈപ്പൊക്കെ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അക്ബറിനെ കൂടെ നന്മമരമാക്കാനായിട്ടൊക്കെ ബിഗ് ബോസ് ഒരുപാട് ശ്രമിക്കുന്നുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന അക്ബറിൻ്റെ പാവ എടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിചാരണ വരെ നടത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെയാണ് പോകുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വം ഉന്തുക, ചവിട്ടുക, പിടിക്കുക, വലിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഇങ്ങനൊരു വിചാരണ? ഒരുപക്ഷെ ഈ ഒരു മോഷണം എന്ന് പറയുന്ന അക്ബറിൻ്റെ പാവം മോഷ്ടിക്കപ്പെട്ടു, അത് ശരിയാണ്. ടാസ്കിൻ്റെ സമയത്ത് അക്ബർ കാട്ടിയ ഓരോ പ്രവൃത്തിയും മൂലം ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഈ വിചാരണ സമയത്ത് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയം അങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. കട്ടതാരാണെന്നും സാക്ഷികൾ ആരാണെന്നും എല്ലാം ഓൾറെഡി ലൈവിലും എപ്പിസോഡിലൊക്കെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഒരു വിചാരണയുടെ ആവശ്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.